ഇറാൻ-യുഎസ് സംഘർഷം മൂലമുള്ള വെല്ലുവിളികൾക്കിടെ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ GCC രാജ്യങ്ങളുടെ ഉച്ചകോടി നടന്നു. GCC അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ഏകോപനത്തിന്റെ ആവശ്യകത യോഗം ചർച്ച ചെയ്തു. ഒപ്പം പ്രാദേശിക അന്തർദേശീയ സംഭവവികാസങ്ങളും ചർച്ചയായി. സംഘർഷം മൂലമുള്ള 2 മാസങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് GCC പ്രതിനിധികൾ നേരിട്ടുള്ള യോഗം ചേർന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. നയങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പ്രാദേശിക സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിനുമായി രൂപീകരിച്ച 6 ഗൾഫ് രാജ്യങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സഖ്യമാണ് GCC എന്ന കൂട്ടായ്മ. ഇറാൻ വിപ്ലവം, ഇറാൻ-ഇറാഖ് യുദ്ധം തുടങ്ങിയ സുരക്ഷാ ആശങ്കകൾക്കിടെ 1981 ഇത് സ്ഥാപിതമായത്. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ എന്നിവയാണ് അംഗരാജ്യങ്ങൾ. ഇപ്രകാരം ഇറാൻ-US സംഘർഷം മൂലമുള്ള 2 മാസങ്ങൾക്ക് ശേഷം ഇത് ആദ്യമായാണ് GCC രാജ്യങ്ങൾ നേരിട്ട് മുഖാമുഖം യോഗം ചേർന്നത്. ഇപ്രകാരം സംഘർഷം മൂലമുള്ള വെല്ലുവിളികൾക്കിടെ അസാധാരണ GCC ഉച്ചകോടി ചേരുകയായിരുന്നു. തുറമുഖ നഗരമായ ജിദ്ദയിൽ നടന്ന കൺസൾട്ടേറ്റീവ് ഉച്ചകോടിയിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ സംബന്ധിച്ചു. പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ GCC രാജ്യങ്ങളുടെ ഏകീകൃത നിലപാട് യോഗം ചർച്ച ചെയ്തു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിലാണ് ഉച്ചകോടി. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനും യോഗത്തിൽ പങ്കെടുത്തു. UAE പ്രസിഡന്റിനു വേണ്ടി വിദേശമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് ഉച്ചകോടിയിൽ പങ്കെടുത്തു. കുവൈറ്റിന്റെ കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ സബാഹ്, ഖത്തർ അമീർ ഷെയ്ഖ് തമീം, ബഹ്റിൻ രാജാവ് ഹമദ് എന്നിവർ സംബന്ധിച്ചു. GCC അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ഏകോപനത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടു. ഇപ്രകാരം അസാധാരണമായ ഉച്ചകോടിയിൽ നിന്നും അസാധാരണമായ തീരുമാനങ്ങൾ ഉണ്ടാകുമോയെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.